അസ്സലാമു അലൈക്കും. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. ഖുദ് ബിയദി ഖല്ലത് ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ്. പ്രിയമുള്ള KMICയിലെ എൻ്റെ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സ്പോക്കൺ ഇംഗ്ലീഷ് ഇത് ഇംഗ്ലീഷ് നമുക്കറിയാത്ത, നമുക്ക് പരിചയമില്ലാത്ത കുറേ വാക്കുകൾ അത് പലവട്ടം കേൾക്കുമ്പോൾ നാം ഓട്ടോമാറ്റിക്കലായിട്ട് അത് മനസ്സിലാക്കുകയും മനസ്സിലാക്കാൻ നിർബന്ധിതരാവുകയും കുറെ ഇങ്ങനെ കേൾക്കുമ്പോൾ നാം അറിയാതെ അത് പഠിച്ചു പോവുകയും ചെയ്യും. വാക്കുകൾ പല തരത്തിലുണ്ട്. ഫെമിലിയർ വേർഡ്സ്, നാം എന്നും കേൾക്കുന്ന, നമുക്ക് പരിചയമുള്ള വാക്കുകൾ. അതുപോലെ സ്ട്രേഞ്ച് വേർഡ്സ്, പരിചയമില്ലാത്ത, തീരെ കേട്ടിട്ടില്ലാത്ത പല വാക്കുകൾ. കേട്ടിട്ടില്ലാത്ത വാക്കുകൾ പലപ്പോഴും കേൾക്കുമ്പോൾ, ഇടയ്ക്കിടെ കേൾക്കുമ്പോൾ നാം അറിയാതെ ആ വാക്കുകളെ കൂടി നമ്മുടെ പരിചയത്തിലേക്ക് കടന്നു വരുന്ന ഒരവസ്ഥ. എനിക്കറിയാം, നമ്മുടെ ഈ ഓൺലൈൻ ക്ലാസ് റൂമിൽ KG മുതൽ PG വരെയുള്ള ശ്രോതാക്കളുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ KG ലെവലിൽ ക്ലാസ് എടുക്കുമ്പോൾ അത് PG ലെവലുള്ളവർക്ക് അരോചകമായി തോന്നിയേക്കാം. അതുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു സിലബസാണ് ഈ ക്ലാസ്സിന് വേണ്ടി ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് എനിക്ക് വിശ്വാസമുണ്ട്, കാലം നീളെ ചെല്ലുമ്പോൾ എല്ലാവരും അത് ഉൾക്കൊള്ളും. അതിൻ്റെ ചേഞ്ചസ് അനുഭവിച്ചറിയാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പ്രിയമുള്ളവർ, സഹകരിക്കണം. ആദ്യം കുറെ വേർഡ്സുകൾ, നമുക്ക് പരിചയമില്ലാത്ത വാക്കുകൾ കേൾക്കുമ്പോൾ കുറച്ച് അതിനോട് നമ്മുടെ ആ അകലം കുറയും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഏതായാലും ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായി ലളിതമായി വരും. നാം കേവലം ഇറ്റ് ഈസ് അണ്ടർ ദ ടേബിൾ, ഇറ്റ് ഈസ് ഓവർ ദ ടേബിൾ, അല്ലെങ്കിൽ സുമ സിംഗ് എ സോങ്, ഇത് മാത്രമല്ല ഇംഗ്ലീഷ്. അത് നാം ഇങ്ങനെ ഷീ സിംഗ് എ സോങ് എന്നിങ്ങനെ പറഞ്ഞ് പഠിച്ചിട്ട് അവസാനം അത് നമുക്ക് എവിടെ ഉപകരിക്കുന്ന രീതിയിൽ ഒരു വാക്ക് ഉപകരിക്കാൻ നമുക്ക് കഴിയാത്തൊരവസ്ഥയിൽ അങ്ങ് വെറുതെ ആയി പോകും ആ സമയം തന്നെ. മറിച്ച് നമുക്ക് സംസാരിക്കേണ്ടത് നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട് മീറ്റിങ്ങുകളിലും, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായി സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും അപരിചിതമായ സ്ഥലത്ത് എത്തിപ്പെടുമ്പോൾ അവിടെ രമ സിംഗ് സോങ് എന്ന് പറയേണ്ട ഒരവസ്ഥ നമുക്ക് ഉണ്ടാവുകയില്ല. മറിച്ച് അവിടെ എന്തൊക്കെ വാക്കാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാക്കുകൾ, അതിലേക്കാണ് നാം എത്തേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള വാക്കുകൾ, ബിസിനസ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ
പബ്ലിക് സ്പീക്കേഴ്സ് ഇംഗ്ലീഷ്, ആ രീതി കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ആ രീതിയിലേക്ക് നാം നമ്മുടെ സ്റ്റാൻഡേർഡ് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കണം. അല്ലാതെ നമുക്കൊന്നും അറിയാത്തവർ എന്ന നിലയിൽ നാം ഏറ്റവും താഴെ നിലയിലുള്ള ഹി സിംഗ് എ സോങ്, ഹി സാറ്റ് ഓൺ ദ ബെഞ്ച്, ദാറ്റ് ഈസ് നോട്ട് ഇംഗ്ലീഷ്. അത് നമുക്ക് ഉപകാരപ്പെടുന്നേ ഇല്ല. പിന്നെ ബേസിക്കായിട്ട് പഠിക്കുമ്പോൾ, ഗ്രാമർ പഠിക്കുമ്പോൾ നാം അത് ചർച്ച ചെയ്യും ഇൻഷാ അല്ലാഹ്. ബൈ ദ വേ, we can enter to the session today. Today, 15th April 2015. The words of the day I proudly dedicate to my colleagues, to my friends. The word: orators are not born but made. Orators are not born but made. Can you hear my voice? Can you hear my voice? Can you understand my words? Orators are not born but made. Orators are not born but made. Can you type on the text? Please proceed. Orators are not born but made. Orators are not born but made. Correct. Orators are not born but made. What do you mean when you listen the word orators? Orator. Orator. Yes, orator. Orator. You might have heard this word orator in previous days. Yes, orators, correct. Orators means speakers. Orators means speakers. Speakers. Public speakers. Lecturers. Orators are not born. Born. Can you understand word born? Born. B-O-R-N. Born. Yes, orators are not born by birth. Orators are not born by birth. But, come on, but made. Made. M-A-D-E. Made. What do you mean? Made. Made. Yes. Correct. Made. Not made, but made means but created. But creative. Orators are not born by birth but creative, initiative, motivative themselves, not others. Can you understand? Orators are not born by birth but creative. അതെ, പ്രഭാഷകർ ജനിക്കുന്നില്ല, ജനിച്ചവരല്ല, ബട്ട് ക്രിയേറ്റീവ്. അവർ സൃഷ്ടിക്കപ്പെട്ടവരാണ്, പടച്ചെടുത്തതാണ്. സ്വന്തം ശ്രമത്തിലൂടെ, പരിശ്രമത്തിലൂടെ
ഇവിടെയാണ് നോ പെയിൻ നോ ഗെയിൻ എന്ന വാക്കിന്റെ പ്രസക്തി തെളിഞ്ഞു വരുന്നത്. നോ പെയിൻ നോ ഗെയിൻ. ഇവിടെ പ്രസംഗകർ അവർ പ്രസംഗകരാകുമ്പോൾ they have suffered too much pains, too much sufferings. They want to work hard. That is what is we analyze the word. Orators are not born but made. നാം ഒരുപാട് പ്രസംഗകരെ നമുക്കിഷ്ടമാണ്. നാം ഒരുപാട് പ്രസംഗകരുടെ പ്രസംഗം കേട്ടുകൊണ്ട് നമ്മൾ സ്വയം അഡ്മയർ ചെയ്യുന്നുണ്ട്. അവരെ ഒരാദരപൂർവം നാം അവരുടെ പ്രസംഗം കേട്ടുകൊണ്ട് നാം അതിശയിക്കുന്നുണ്ട്. ബട്ട് നാം മനസ്സിലാക്കണം, ഈ പ്രഭാഷകരാരും പ്രസംഗിച്ചുകൊണ്ട് മൈക്കും കയ്യിൽ പിടിച്ചുകൊണ്ട് പിറന്നവരല്ല. ബട്ട് അവരവരുടെ ക്രിയേറ്റീവ് പവർ കൊണ്ട്, വിൽനെസ് കൊണ്ട്, അവരുടെ വില്ലിംഗ് കൊണ്ട് അവർ ക്രിയേറ്റ് ചെയ്ത് അധ്വാനിച്ചെടുത്തതാണ് ആ പ്രഭാഷണത്തിനുള്ള ശേഷി. അതിൽ അവർ വിജയിച്ചത് അവർ സ്വയം ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ്. ഇതാണ് ഈ സന്ദേശത്തിന്റെ പൊരുൾ. മനസ്സിലായോ? ആരും പ്രഭാഷകരായി ജനിക്കുന്നില്ല, മറിച്ച് അവർ പരിശ്രമത്തിലൂടെ, അധ്വാനത്തിലൂടെ ആ ഒരു കഴിവിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. Do you know what I mean, my dears? Do you know what I mean? Come on. Yes. Poets are born but orators are made. Poets are born but orators are made. Okay. Here we can discuss the structure of this sentence. Okay. Orators are not born but made. Orators, that is a noun. Orators noun form ആണ്. Orators are born ഇവിടെ adjective ആണ്. But made also adjective. അതിനിടയ്ക്കൊരു but വരുന്നുണ്ട്. But that is conjunction between two adjectives. The word but is a form of conjunction, is connecting these two adjectives. Orators are auxiliary verb ആണ്. Orators are not adverb. അതാണ് ഇവിടുത്തെ ഗ്രാമർ. Orators are not born but made. ഈ സന്ദേശം എന്നും നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഷെയർ ആൻഡ് ഷെയർ അലൈക്ക്. അതുപോലെ once more, share and share alike. Kutai Abu Bakr. Once more, what do you mean? I repeat again, these orators are not born but made, or what? If so, text S. Yes.
orators are not born but made. Orators means speakers are not born by birth, but they made by their creativity and their motivation. Then last day we discussed about share and share alike. Also the grammar, this grammar, orators noun are auxiliary verb, not here, not used as adverb to are auxiliary, and born used as adjective, and made also used as adjective, but it is conjunction between these two adjectives. Okay, last day I told you to create a précis on the subject yesterday we discussed. I know they are prepared well, and today also I want a presentation about the subject we are discussing here today. Can you nominate some person? If those who are ready, please raise your hand. Okay, yesterday the past is what is gone is gone. We can go forward, we can move ahead. By the way, I will play back or flashback again, inshallah. Okay, one Kutai Abu Bakr, okay, ready, and the other one I need 3 persons, at least 3 persons. I need their presentation after the at the end of the session today. One more, I need one more, please. I need your presentation in English after my presentation or at the end of this session. If those hear this class in any part of the world, being female or any female members hearing my voice, you can prepare précis and read through your brothers or fathers or any male voice. You also can participate in your class very well. Okay, one more. I need the presentation in English at the end of this session. Please come on, one more. Please don't waste time like yesterday. ആർക്കെങ്കിലും ഈ ക്ലാസിന്റെ അവസാനത്തിൽ ഇന്ന് കേൾക്കുന്ന ക്ലാസ് അത് ഇംഗ്ലീഷിൽ അതിന്റെ ഒരു നിങ്ങൾക്ക് മനസ്സിലായത് ഒന്ന് അവതരിപ്പിക്കണം. അതിനുവേണ്ടി yes, presentation about today's class. Please come on, Saidu Munir. What you understand, or what you and you can also add your opinions. Please come on, and also you can present your views. Yesterday Mr. Al-Wathaba, you know,
he talked about his view also. That is good. Good attempt. Good job. Please come on. One more. Here in our classroom, 226 members. Please. ഒരാൾ കൂടി കൈവെക്കുക പ്ലീസ്. സേതു റെഡിയാണോ? ഇന്നത്തെ ഈ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്ന്, ആ നിങ്ങൾക്ക് മനസ്സിലായത് എന്തു തന്നെയായാലും അത് ഇംഗ്ലീഷ് ഒന്ന് അവതരിപ്പിക്കണം. അതല്ലെങ്കിൽ പോട്ടെ, ഇനി മലയാളത്തിൽ അവതരിപ്പിക്കാൻ കഴിയുന്നവരൊന്ന് റൈസ് ഹാൻഡ് ചെയ്യുക. കേട്ടത് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ഒന്ന് രണ്ടുപേര്. അത് പോരാ നമുക്ക്. ഓക്കെ, ഹാർട്ട് ഈസ് അദീന. ഓക്കെ, അൽഹംദുലില്ലാ. ഓക്കെ, 3 പേര്. 1 കൂട്ടായി, 2 അബൂസിനു, 3 ഹാർട്ട്. ഓക്കെ, ഈ ക്ലാസിന്റെ അവസാനത്തിൽ അവർ മൈക്കെടുത്തുകൊണ്ട് 3 മിനിറ്റിൽ കവിയാതെ അവർക്ക് മനസ്സിലായത് അവർ ഇംഗ്ലീഷിൽ നമുക്കൊരു പ്രസന്റേഷൻ അവതരിപ്പിച്ചു തരും ഇൻഷാ അല്ലാഹ്. Again, yesterday I told you to submit a précis about the yesterday's class. It was one Abu Sino. Okay, welcome Abu Sino to on mic. The others down your hand. Kutai Abu Bakr and Heart of Medina, down your hand, and I am handing over the mic to Mr. Abu Sino. Abu Sino ready അല്ലേ? ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അബു സിനോ മൈക്ക് എടുക്കണം. ഓക്കെ, Assalamu alaikum wa rahmatullahi wa barakatuh. Hi everybody. I request you firstly don't leave anybody room, because my first attempt to speak in English, it was a good experience for me. I can learn more things from this class, especially about grammar. I think before grammar is a rule, you must learn the grammar to speak English. But today I realized the grammar is not must, but it is good to know grammar. Then you can learn easily any language. Everybody have to try speak in English and think in English. Also, you think in English, you can speak out your thoughts to others. That is good to speak in English very well. Anybody, I am thanking our Shahjahan sir. You made a good attempt to learn us and to teach us very good. It is it is very difficult to continue in mic. Inshallah, next time I will try to stay more time in mic. Okay, thank you everybody. Assalamu alaikum wa rahmatullah. Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. We couldn't take the normal soft skill class today because till noon I was out of my clinic because today is Vishu. So we couldn't take this soft skill class. Next Wednesday we will continue it, inshallah.
can I continue something in English? Because when the class is so much effective, I can take a class in English. Somebody says like that. Good. It's good inspiration to me. Anyway, we got a nice class from Shahjahan sir. I think that there is a linguistic trainer too. I couldn't listen it fully because I was out of my clinic to take my this Asar Salah. Anyway, this kind of classes are very good because we have to learn English also. Yes, you can take mic, give the mic, because I will give within 1 minute. I will give you. English is an international passport that help us to travel across the globe. As an international passport. So everybody must develop this international passport. You know, when you are mastered in one more language, your income will be tripled. Your present income will be tripled if you are mastering one more language. So you have to master that extra language. It's very easy. It's very easy to develop the skill of this language skill. English is the easiest language in this world. So the only thing you have to focus is practice. Please tell me what's a Malayalam word for the fan. Grammar doesn't matter. What's a Malayalam word for the fan? Fan. Tell me the Malayalam. What's a Malayalam? Yes, there is no person speaking like that. Panga. There is no person speaking like Panga. Everybody speak is easy. Fan or Panga, which is easy? Which is easy? Fan or Panga? Which is easy? Tell me, which is easy? Fan is easy. So we have to practice. When you practice something, that became very easy. That became very easy. Recently, one person take a decision. I will speak only Malayalam, and he went to a hardware shop in Koduvally. Hardware shop in Koduvally. I will speak the remaining words in Malayalam because this person took a decision that he will speak only Malayalam in the shop. അദ്ദേഹം ഷോപ്പിൽ പോയി അദ്ദേഹം പറഞ്ഞു എനിക്ക് കുറച്ച് കുഴൽ വേണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ആകെ പ്രശ്നമായി. ബിക്കോസ് പൈപ്പ് എന്നത് മലയാളമാണല്ലോ. പൈപ്പിന് അദ്ദേഹം കുഴൽ എന്ന് പറയുന്നതാണ്. കുഴലിന് കൊടുവള്ളിന്ന് കുഴൽ എന്ന് പറഞ്ഞാൽ കൊടുവള്ളിന്ന് കുഴൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വെരി വെരി ഡിഫറെന്റ് മീനിങ്. that is business done by the underworld people. That is business done by the black money. That is Koel. Koel in Koduvally is black money. So that is different. So the thing is that English is very easy. We must focus on making it a habit. When it is a habit, English is very 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 easy. So don't worry, and everybody can speak English irrespective of education. An SSLC failed person can speak English very fluently, because you know, sir, there are people in Kovalam, salesmen in Kovalam, they speak English, better English than the English teachers. They will speak better English than English teachers, you know. That's the situation, because their exposure, their practice. So that is, practice is everything. And our education doesn't matter, our class doesn't matter, 8th class, 7th class, 5th class doesn't matter. Practice is what matters. If you are ready to practice, you can develop this English skill also. So we all must practice that English. We have to try to think in English. To be an English person, you must be some person like a mad person.
when you drive the car, my way like was like that. To develop English while driving the car, I will speak English to myself while traveling. I speak English to myself while traveling. So the people observing me may think that, oh, he's a mad person. He's a mad doctor is going on. So that doesn't matter. What I'm focusing on, only on my improvement. So you all focus on your improvement of English and create the English, create chances to English. Okay, Abu Faris, just like Abu Faris, you have to speak English to yourself. You can speak it loudly also in front of your wife. That doesn't matter. She may take some tablet for you. That doesn't matter. To be a mad person in the beginning, is the improvement. Really, that's an improvement. Okay. Anyway, I'm giving chances to Kotai Abu Bakr, and I don't know what our sir is doing right now. And I request our sir to continue some more time so that people can learn more. Okay. I leave mic for Kotai Abu Bakr. Assalamu alaikum warahmatullahi wabarakatuh. Okay, well done, Mr. Dr. Kisheri. Then we can hand over to Mr. Kotai Abu Bakr. We can hear what he wants to say, but I request you say only in English. Okay, thank you. Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Do you hear my voice? Okay. Inshallah, I will introduce myself briefly. Inshallah, I'm not a good experience in English, but I'm trying to speak, and I want to learn more about the grammar and to get experience in English also to speak. Let us start. My name is Abu Bakr, born in Malappuram district. In native place is Kotai. Now I live in Tirur, Chambra. I came in Qatar in 1979. Employed at Qatar Aeronautical College after 2 months. Started working as a lead hand. I was promoted in 1996 as a hostel supervisor. Still I am in this post in this position. I am only the old staff in this college. All other my friends are left or expired or terminated by the Qatarization. I am very happy in my job. That is a big grace of my Allah. Students are studying in this college as pilots, engineers, air traffic controllers, airport operation management, meteorology, simulator, technical English courses, etc. When I joined this college, it was running by the Gulf states such as Qatar, Emirates, Bahrain, Oman, etc. Till 1996. Then the college has become as that time the college, this name was Civil Aviation College. Then from the end of the 1996, all the states are Gulf states are withdrawn. Then it become Qatar Aeronautical College by the government of Qatar. Inshallah, still I am in the college. Around my age is around 54, 55. According to the government rules, inshallah I will be here in Qatar 4 years if I am not expired. Inshallah,
I need all your prayer, and I will try to, because I lose my yesterday's class. That's why I'm not understanding anything about the class. So I will, if I get time from tomorrow, I will be in the class from 2 to 2:55. Inshallah, if I get a chance, there is no any other jobs. Inshallah, I thanks for our KMIC for this class and our admins also. Inshallah, I need your prayer every time. I conclude my brief words. Inshallah, I will try to speak you from tomorrow. Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Okay, well done, my dear Kutai Abu Bakr. Okay, I want to invite to make Mr. Al-Wataba to present his plea. Yesterday he make. Welcome Al-Wataba first. Mic release. Welcome Al-Wataba first. Mic release. Hello, assalamu alaikum. Sorry, actually I just came in the computer now. No, I was outside. I didn't hear today's class actually. Anyway, now I think you invited me to. Oh, hello. Can you hear me? Hello. Okay, that's good. Alhamdulillah. Anyway, now our Shahjahan sir invited me to submit the yesterday's class presentation, but actually I just came in here in computer now, just logged in. It's always logged in, but I just hearing now, and yesterday's our subject was share and like. Anyway, the share and like, I understand the words in he already quoted one hadith. You see, anyway, and I understand these words, like I get the idea that if you are, somebody says that whatever you share everything to somebody. That's written in here yesterday. But I think this means share and like means if you are sharing anything to anybody, that means if you are giving to somebody, you must want to share which one you like. That is share and like. I understand. You understand? Why this is I can't understand. Anyway, I'm not a that. Okay. Anyway, that means if I'm please your sound of me down. How can I increase again? Are you okay now? Hello? Everybody here? Yes, okay. And you see, this share and like means, I understand the meaning. If you are sharing anything to anybody, you must want to share what you like. You understand? What you like. That is the main thing. You cannot share everything to everybody. You know, how you can share your wife? How you can share your sons? You cannot share everything to everybody. But if you are sharing, if you wish to share to somebody, that means if you wish to give somebody to something,
you must want to share which one you like. Okay, that is the hadith, I think. Not share, you cannot share everything to everybody. Okay, whatever you like, you must want to share that. If you wish to give speak somewhere, how much time that I don't know. That's the main thing, I think. 3 minutes. Okay, 3 minutes. Anyway, if it is increasing, just remember me. I didn't count actually. Anyway, that's the thing, main thing. I understand. If you are sharing anybody to anything, you must want to share. That means that is the good thing. You must want to share. You must want to keep the what you like. Don't share anything to anybody which one you don't like. That means if I have two cup of tea in front of me, if you are giving to share something, one is with milk, one is without milk. So I prefer to take with milk. Then you must want to share the with milk to somebody. Meanwhile, you must want to ask to him also, you like milk or without milk? If he okay, that's the another thing. Anyway, that's the if you need one more ID, I can add it. That's the main thing I understand yesterday's class. And if it is not in that manner, that means it doesn't have such a meaning, share and share like. You can say that what is the Shahjahan Sir. Anyway, that's the main thing. And yesterday I told you guys I'm not using my ID actually, and everybody can. This class is very good one. It is very useful to everybody, and must want. Yesterday also was, I think, that 221 or something, 223 something. Yeah, it's very interesting. Yeah, it's very interesting actually, and meanwhile, you must want to keep the fluency. That means I'm also a beginner in the English, because our mother tongue is Malayalam. What is the main demerits of the Malayalis? If he will go to anywhere, that means if he will join to outside Kerala also, if anybody is with him Malayali, that means if you get a job in outside Kerala in a Malayali company, then he will not study the English or any other language. He will continue the Malayalam in his life all. Otherwise, if he will get a chance in some other, that means in some other district or some other state or in outside the India, with other guys, that means any other, including the Tamils also, if he will get, he will try to speak in other languages. That means പച്ച മലയാളത്തിൽ പറഞ്ഞാലേ നമ്മൾ പോയി പെടുമ്പോഴാണ് ലാംഗ്വേജ് പഠിക്കുക. അതാണ് ഇതിന്റെ സത്യം. So chance to speak, yeah, that the main, this is a chance to speak in Malayalam, in English. So use it, everybody. Why the people is not coming in this online? I can't understand why they are not coming in mic. We have 222 guys in the IDs in this no, just I tell, because everybody can understand my English maybe, because maybe it is a little bad. Some guys is thinking it is little bad. Some other guys, they don't know English, so they must want to know. So little bit. So that's the main thing. And today's subject, I can't hear actually what is the today's subject. Anyway, it will be a good subject. Okay. Anyway, and anyway, yeah, if I will see the text, I can't switch off the mic. Anyway, that's a good thing. Shahjahan sir, continue this class. This is very good. And I have one request to everybody. That means that all the people in this classroom now must want to take the mic and tell something. Just introduce you. That's enough. Just introduce. This and this and doing this hours and this. That's enough.
then you will get a courage. That means this, any language you must want to think about their language style. That means not think about the Malayalam. Don't think the English in Malayalam. If you say anything in English, think in English. That's the main thing. Think first in English. Oh, that's good. Anyway, I'm switching off releasing my mic with dua. മലയാളത്തിൽ പറയാതാണ്. that's good. എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ജോലി കാര്യം കൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇന്നലെ പറഞ്ഞു. സോ എല്ലാവരോടും ദുആ വസിയത്ത് വഴി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Well done, Mr. Alvataba, but we want to consider our time also. Please avoid to increase more than 3 minutes and try at maximum do not use Malayalam words. And also, and Mr. Anwari Ustad is there. Yesterday he already agreed to submit his Presi today. Anwari Ustad is there. Please raise his hand. I think he went for praying. Okay, we can keep his time for the last. Now, okay, I will give you time after the end of our subject. I have a little also portion to be covered this time. Please clean the screen. Any admin, please clean the screen. And I used to demonstrate a text in our screen, and you can read and you try to understand what I write in the text. Okay, please clean the screen and don't make any text in screen. പ്രിയമുള്ളവരെ, ടെക്സ്റ്റ് ഒന്ന് നിർത്തുക, സ്ക്രീൻ ഒന്ന് ക്ലീൻ ചെയ്യുക. ഞാൻ ടെക്സ്റ്റ് അടിക്കാൻ പോവുകയാണ്. അത് കുറച്ച് സമയം അവിടെ നിൽക്കണം. എന്നിട്ട് എല്ലാവരും അത് വായിക്കണം. കോപ്പി ചെയ്ത് വെക്കാൻ പറ്റുന്നവർ കോപ്പി ചെയ്തിട്ട് വായിച്ചതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. Please stop the text. Please clean the text. Okay, now I am sending a text. Okay, can you see this one? Cuba rebels, Bay of Pig invasion. Please read. Here it is, the time of Adhan. Mr. Siddiq Ariyat can take the mic. For 3 minutes only. Please, Siddiq Ariyat, proceed to mic. Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillah, assalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajmain. First of all, thank you to listen all my friends and colleagues, and I would like to appreciate the admins of the KMIC to start a spoken English class here. Allah will help us to continue
and we will be with KMIC all the time here. Whenever we got a chance to be in KMIC, all these our organization, especially SSF and SYS and SBS, all of these organization will be utilize this class, and it will be most effective in our life. You know, English is the one of the major language, and all over the world you can speak English, and if you know English you can get all the idea in all the way. Means internet and all the media now is in English, and we can improve our English with some of the ideas like this. We just watch the news, read the English newspapers, and listen the symbol BBC news like that, CNN, and all English media we will watch, and try to watch on English. Try to if even we don't know English, try to listen the English. First of all, listen the English, and then you will get some idea, and day by day you can get we can get more idea about English. And also all the people doesn't know even any English, so we will start the English with the vocabulary. We want to learn some vocabulary in every day. In every day we will learn some vocabulary, so 5 or 10 so vocabulary you can get from the dictionaries like Oxford English or some other dictionary. You will find out. Otherwise you can search in the Google. Also you will find out many words and the meaning, and also and to try to speak English every time in a, even because we are in Pravasi, we are foreigners here. If you working with other people like Philippines and some other good English people, you utilize that time to speak English, and then we can improve our English. And don't hesitate, don't lazy to speak. Even we are very wrong. Maybe me also very wrong in the first when the starting the time we have many wrongs coming, many mistakes coming. So don't care the mistake, but try to speak, and then we will get more influence, more fluence in our language. So that is the main I like to tell my colleagues and friends, and also me means myself also not very good in English, but I am very interesting to speak and listen news, everything. So that is why I can speak little in front of you. Even I am not fluent, but I can speak you because I have confidence. I can speak English. That is the main thing I got from my professor. When I was in studying in Marcus Arts College, one of my professor, Mr. John, I still remember Mr. John. He is the one of my big lecturer, and he is the one to me to speak like this. He told me to some ideas about to speak English, how to learn, how to get, how to speak, and that is why I tried to speak. And thank you for listening me. If any have mistake, please sir, please correct me. And thanks again all of you. Assalamu alaikum. Pray for me. Assalamu alaikum wa rahmatullahi wa barakatuh. Mike please.
Alaikum assalam wa rahmatullah. Thank you, Mr. Siddiq Ariyat. Me also the disciple of Mr. John. Okay. Did you read the words or the stanza I displayed in the screen? That it is a parts of news. It is the parts of news. Cuba rebels, Bay of Big invasion. Cubans defeat US-backed insurgents trying to bring down their government. In 1961, a force of 1,400 Cubans exiles from USA landed at the Bay of Pig in Cuba with the aim of overthrowing Fidel Castro's government. The insurgents landed with American support from the sea and air but were defeated by Cuban forces in just 3 days. More than 100 of insurgents died in the attack and 1,189 were taken prisoner. The failed invasion proved an embarrassment for the US government after their involvement was revealed. Can you read? Did you understand the contents of this news? This news about the week in history. On 1961, April 17th, the Cuban rebellions tried or make an attempt to attack Cuban Fidel Castro government, but the Cuban force backed the insurgents, backed the rebellions trying to bring down their government. In 1961, a force of 1,400 Cubans exiles from the USA landed at the Bay of Pigs in Cuba with the aim of overthrowing Fidel Castro's government. The insurgents landed with American support from the sea and air but were defeated by Cuban forces in just 3 days. More than 100 of insurgents died in the attack and 1,189 were taken prisoner. The failed invasion proved an embarrassment for the US government after their involvement was revealed. Okay? Here the title, Cuba repels Bay of Pigs invasion. Cuba, you know, Cuba, a noun, a name of a country. Repels means attack or beat. Cuba attack or beat or drive back, push back. If someone coming forward to us, we push back. That is the meaning of here repels, reject. Here Cuba repels Bay of Pigs. Bay of Pigs means a name of a place. Invasion means attack, aggression, akramanam. Cuba repels Bay of Pig invasion. Cuba Bay of Pig ആക്രമണത്തെ പ്രതിരോധിച്ചു. Cubans defeat US-backed insurgents trying to bring down their government. Cuban army defeated means പരാജയപ്പെടുത്തി. US-backed, US supporter കൂടിയുള്ള insurgents means rebellions, trying to
put down. Trying to put down means അട്ടിമറിക്കാനുള്ള ശ്രമം. their government, their ക്യൂബക്കാരുടെ ഗവൺമെന്റിനെ അട്ടിമറിക്കാനുള്ള അമേരിക്കൻ പിന്തുണയോടുകൂടെയുള്ള വിമതരുടെ ശ്രമത്തെ ക്യൂബ പരാജയപ്പെടുത്തി. Okay? Then in 1961 a force of 1400 Cuban exiles from the USA landed at the Bay of Pigs in Cuba with the aim of overthrowing Fidel Castro's government. In 1961 1961 a force of 1400 Cuban exiles 1400 വരുന്ന ക്യൂബൻ വിമതരുടെ exiles means deportation. പ്രവാസികൾ, ക്യൂബയിൽ നിന്ന് നാടുകടത്തപ്പെട്ട പ്രവാസികൾ, അവരുടെ 1400 വരുന്ന സേനയെ ക്യൂബൻ ഫിഡൽ കാസ്ട്രോ ഗവൺമെന്റ് പരാജയപ്പെടുത്തിയ ചരിത്രമാണ് ഇവിടെ ഈ ന്യൂസിലൂടെ നാം വായിക്കുന്നത്. A force of 1400 Cubans exiles from the USA landed at the Bay of Pigs. Bay of Pigs എന്ന സ്ഥലത്ത് ലാൻഡ് ചെയ്തു. in Cuba, ക്യൂബയിൽ. with the aim of overthrowing, with the aim, അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? overthrowing, put down, അട്ടിമറിക്കാൻ ഫിഡൽ കാസ്ട്രോസ് ഗവൺമെന്റ്. ഓക്കെ, ഫിഡൽ കാസ്ട്രോ ക്യൂബയിൽ അന്നത്തെ ഭരണാധികാരിയാണ് ഫിഡൽ കാസ്ട്രോ. The insurgents, insurgents means what? The insurgents means rebellions. Please don't make text to me this time. The insurgents landed with American support. American support കൂടി അവിടുത്തെ rebellions from the sea and air were from the sea and air, കടലിലും ആകാശത്തും, അതായത് നാവികരും അതുപോലെ എയർ ഡിഫൻസ് were defeated by Cuban forces. അവരെ ക്യൂബൻ ഫോഴ്സ് പരാജയപ്പെടുത്തി. In 3 days, 3 ദിവസം കൊണ്ട് more than 100 of insurgents died. 100 കണക്കിന് വിമതർ റിബല്യൻസ് മരണപ്പെട്ടു in the attack, ഈ ആക്രമണത്തിൽ. And 1189 were taken prisoner. 1189 പേർ taken prisoner, തടവുകാരായി പിടിക്കപ്പെട്ടു. The failed invasion proved an embarrassment for the US government. ഈ പരാജയപ്പെട്ട ആക്രമണ ശ്രമം പരാജയപ്പെട്ടപ്പോൾ proved an embarrassment. Embarrassment means shame. ഷെയിമായി, അമേരിക്കക്ക് നാണക്കേടായി for the US government. US ഗവൺമെന്റിന്റെ പിന്തുണയോടുകൂടി ഫിഡൽ കാസ്ട്രോയെ പരാജയപ്പെടുത്താൻ വേണ്ടി വന്ന ഈ ശ്രമത്തിൽ പരാജയം സംഭവിച്ചപ്പോൾ അമേരിക്കക്ക് എംബറാസ്മെന്റ്. വാട്ട് ഇസ് മീൻ എംബറാസ്മെന്റ്? ഷെയിം. ഓക്കെ. ആഫ്റ്റർ their involvement was revealed. അമേരിക്കയുടെ പങ്കാളിത്തം ഇവിടെ ഒരു സീക്രട്ട് പങ്കാളിത്തമായിരുന്നു. അമേരിക്കയുടെ പിന്തുണ ഒരു രഹസ്യമായ ഒരു പിന്തുണയായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. ബട്ട് ദി സീക്രട്ട് വാസ് revealed. Revealed means exposed, become public or leaked. The involvement means participation, പങ്കാളിത്തം. Okay, once again we can repeat. Cuba repels Bay of Pig invasion. Cubans defeat US backed insurgents trying to bring down their government.
In 1961, a force of 1,400 Cubans, exiles from the USA, landed at the Bay of Pigs in Cuba with the aim of overthrowing Fidel Castro's government. The insurgents landed with American support from the sea and air, but were defeated by Cuban forces in just 3 days. More than 100 of insurgents died in attack, and 1,189 were taken prisoner. The failed invasion proved an embarrassment for the US government after their involvement was revealed. Okay? ഇപ്പോൾ ഏറെക്കുറെ ഈ ന്യൂസിൻ്റെ ഉള്ളടക്കം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു വോയിസ് റെക്കോർഡ് നമുക്ക് കേൾക്കാം. ഈ ന്യൂസിൻ്റെ ഒരു വോയിസ് റെക്കോർഡ് ഞാനിവിടെ വെക്കുകയാണ്. അത് കേട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ? I need to improve your listening capacity. Do you know what I mean? Okay? Okay, please wait. ഞാൻ ഇതിൻ്റെ ഒരു ന്യൂസിൻ്റെ റെക്കോർഡ് വെക്കുകയാണ്. ശ്രദ്ധിക്കുക. Cuba repels Bay of Pigs invasion. Cubans defeat US-backed insurgents trying to bring down their government. In 1961, a force of 1,400 Cuban exiles from the USA landed at the Bay of Pigs in Cuba with the aim of overthrowing Fidel Castro's government. The insurgents landed with American support from the sea and air, but were defeated by Cuban forces in just 3 days. More than 100 of the insurgents died in the attack, and 1,189 were taken prisoner. The failed invasion proved an embarrassment for the US government after their involvement was revealed. കേട്ടില്ല എല്ലാവരും? Invasion means aggression, attack, ആക്രമണം. Cuba repels Bay of Pigs invasion. Cubans defeat US-backed insurgents trying to bring down their government. In 1961, a force of 1,400 Cuban exiles from the USA landed at the Bay of Pigs in Cuba with the aim of overthrowing Fidel Castro's government. The insurgents landed with American support from the sea and air, but were defeated by Cuban forces in just 3 days. More than 100 of the insurgents died in the attack, and 1,189 were taken prisoner. The failed invasion proved an embarrassment for the US government after their involvement was revealed. ഹലോ. അപ്പോൾ ഈ ന്യൂസ് പാർട്സ് എനിക്കും ഇരിക്കാൻ കഴിഞ്ഞാൽ കാരണം എന്നും ഇരിക്കാൻ കഴിഞ്ഞാൽ ലക്ഷ്യം പഠിക്കാം. ഓക്കെ, സോറി, ദിസ് ഈസ് എ ഫീമെയിൽ വോയിസ്. ഇത് ഈ ക്ലാസ്സിൽ അലൗഡ് അല്ല എന്നാണ് എനിക്കൊരു PM വന്നത്. അതിലിപ്പോൾ എന്താ ചെയ്യുക? Here it was a female voice. It is not allowed, unfortunately, in our classroom. Okay, we can understand you read. Welcome to debate. Okay, anyhow, yeah, from admin side. So next time I read myself. I will not record this one.
Okay, anyhow, inshallah, next time only I can search for male voice only. Sorry. Okay, once again I can read, you can listen. Inshallah. Okay, now I can read. Cuba repels Bay of Pigs invasion. Cuban defeat US-backed insurgents trying to bring down their government. In 1961, a force of 1,400 Cubans exiles from the USA landed at the Bay of Pigs in the Cuba with the aim of overthrowing Fidel Castro's government. The insurgents landed with American support from the sea and air, but were defeated by Cuban forces in just 3 days. More than 100 of insurgents were died in the attack, and 1,189 were taken prisoner. The failed invasion proved as the embarrassment for the US government after their involvement was revealed. Okay, can I ask some questions about this? Are you ready? Can I ask some questions? Are you ready? From this part of news. Okay. First question. The first question. Get ready, please. First question. The insurgents who landed at the Bay of Pigs were supported by whom? The insurgents who landed at the Bay of Pigs were supported by whom? It is my question. Okay, correct answer വന്നിട്ടുണ്ട്. കറക്റ്റ് ആൻസർ ആണ് എല്ലാവരും അടിച്ചത്. മാഷാഅല്ലാഹ്, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ. ഹംസ പി കെ മലപ്പുറം അമേരിക്കൻ എന്ന ആൻസർ അടിച്ചിട്ടുണ്ട്. കറക്റ്റ് ആൻസർ ആണ്. റൊമാൻ USA, US soldiers, America, USA. Every answer is correct. It means our attempt is 100% success. Thank you very much. The next question. Are you ready? Get ready. Next question is coming. It took just 3 days for what? It took just 3 days for what? It took just 3 days. Yes, correct answer ആണ്. എല്ലാവരും അടിച്ചിരിക്കുന്ന കറക്റ്റ് ആൻസർ ആണ്. മാഷാഅല്ലാഹ്. Okay, good job. To defeat. CU air forces to defeat them. For defeat. For defeat Cuban forces. Complete answer. For defeat Cuban. No, that is wrong. Hamza PK Malappuram. For defeat Cuban forces. It is wrong. To defeat insurgent. It is correct. To defeat invasion. Correct. To defeat the insurgents. Correct answer ആണ്. The Cuban forces to defeat the insurgents. To take 3 days. Defeated by Cuban forces in just 3 days. Okay, good work. Next question. Insurgents are people who fight for.
Insurgents are people who fight for what? Insurgents are people who fight for. The insurgents are fighting for what? Insurgents, they are fighting for what? What is their aim? What is their aim? Or what is their intention? The insurgents, they came to Cuba for the aim, with the aim of invasion, aggression. What is their purpose? What is their attempt? What was their attempt? Okay. Correct answer vanittundu. Their attempt was what is text likille? MMK Chola, overthrowing Fidel Castro's government to fight Cubans. Overthrowing Fidel Castro's government. Okay, correct answer ആണ് overthrowing Fidel Castro's government to defend an established government. There is an established government by Fidel Castro. The insurgents want to overthrow the Fidel Castro's established government. That is the attempt. That is the aim of the insurgents. Okay, well done, my dears. Our attempts is alhamdulillah 100% successful. So today's session also I am trying to conclude. Thanks for everybody, and we are waiting for Mr. Anwari Ustad. Anwari Ustad is there. Please raise hand, Mr. Anwari Ustad, if he is there hearing my voice. Anwari Ustad ഉണ്ടെങ്കിൽ, എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്യുക. ഇന്നലെ അൻവരി ഉസ്താദ് ഒരു പ്രസി തയ്യാറാക്കി അയക്കുമെന്ന് ഏറ്റിരുന്നു ഇന്നലത്തെ ക്ലാസ്സിനെ സംബന്ധിച്ചിട്ട്. അപ്പോൾ ഇന്നലെ വരാത്തവർക്കും ഇന്നത് ഉപകാരം ചെയ്യും. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാവുമ്പോൾ he is going vacation today. Yesterday he told me also. Anyhow, but Anwar Ustad went for masjid for Asr. I think he already requests to change our time because of his inconvenience. Anyhow, I need 3 persons. I already took the name, right? Kutai, Abusino, Heat, Kutai Abubakar, Abusino, Pinara Heat, I didn't know. ഇവർ 3 പേരും ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ ഒരു അവലോകനം നടത്തുമെന്ന് ഏറ്റിരുന്നു. കൂട്ടായി, അബൂസിനോ, ഒരു ഹീറ്റ് എന്ന് തുടങ്ങിയിട്ടൊരു പേരുള്ള ഒരു ID. അവർ മൈക്കിലേക്ക് വരാൻ റെഡിയാവുക. 3 മിനിറ്റിൽ അധികരിക്കാതിരിക്കാൻ ദയവായി ശ്രദ്ധിക്കുക. പിന്നെ ഇന്നത്തെ ഈ ക്ലാസിന്റെ ഒരു അവലോകനം, ഒരു പ്രസി തയ്യാറാക്കി നാളെ സമർപ്പിക്കുവാൻ വേണ്ടി ഇന്നത്തെ ഈ ക്ലാസിന്റെ ഒരു സമ്മറി നാളെ തയ്യാറാക്കി അവതരിപ്പിക്കാൻ വേണ്ടി 3 പേരെ നോമിനേറ്റ് ചെയ്യുക.
3 പേർ തയ്യാറാവുക. പ്ലീസ് കം ഓൺ. ഇന്നത്തെ ഈ ക്ലാസ്സിന്റെ ഒരു അവലോകനം നാളെ അവതരിപ്പിക്കാൻ 3 പേര് റൈസ് ഹാൻഡ് ചെയ്യുക. പുതുമുഖങ്ങൾക്ക് മുന്നോട്ട് വരാം. ആരും കേൾക്കുന്നില്ല. ഹലോ ഹലോ. യെസ്, ഞാൻ ബി സി ഒന്നുമല്ലല്ലോ, പിന്നെന്തേ. ഓക്കെ, ഒന്ന് അഷ്റഫ് ബത്തേരിന്റെ പേര് എഴുതാൻ പോവാണ്. നാളെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് ഒരു അവലോകനം തയ്യാറാക്കാൻ വേണ്ടി ഒന്ന് അഷ്റഫ് ബത്തേരി. ആർ യു റെഡി? മിസ്റ്റർ അഷ്റഫ് ബത്തേരി, പ്ലീസ് റൈസ് ഹാൻഡ്. പ്ലീസ് റൈസ് ഹാൻഡ്. 3 പേർ തയ്യാറാവുക. ആരും കേൾക്കുന്നില്ല. ഞാനും കേട്ടില്ല. ഓക്കെ, അതായത് ഇന്നത്തെ ഈ ക്ലാസിന്റെ സോറി സർ, മീ റെക്കോർഡിംഗ്. ഓക്കെ, ആൻഡ് ടുമോറോ വർക്ക് സെയിം ടൈം. ഇന്ന് കേട്ട ഈ ക്ലാസിന്റെ ഒരു അവലോകനം അല്ലെങ്കിൽ ഒരു സമ്മറി നാളെ എഴുതി തയ്യാറാക്കി അവതരിപ്പിക്കാൻ തയ്യാറുള്ള 3 പേർ റൈസ് ഹാൻഡ് ചെയ്ത് പേരെഴുതാൻ വേണ്ടിയാണ്. എന്നെ അറിയിക്കണം. നാളെ അവരെ വിളിക്കുന്നതാണ്. 215 പേര് ഈ ക്ലാസ്സിൽ കേട്ടിട്ട് ഒരാൾ പോലും റൈസ് ഹാൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. കഷ്ടം. പ്ലീസ്, നമ്മളുടെ ഈ ക്ലാസിന്റെ പൂർണ്ണമായ ഫലപ്രാപ്തിക്ക് വേണ്ടിയാണ് ഞാനിത് ആവശ്യപ്പെടുന്നത്. പ്ലീസ് കം ഓൺ. Okay, if Siddiq, okay, Siddiq if is ready, if I am online, I am ready. Okay, you will be online. Siddiq ഒന്ന്. മറ്റൊന്ന് മുഹമ്മദ് അൻവർ എടത്തുരുത്തി തയ്യാറാണോ? മുഹമ്മദ് അൻവർ എടത്തുരുത്തിയെ ഞാൻ ക്ഷണിക്കുകയാണ്. തയ്യാറുണ്ടോ? ഓക്കെ, നിഷാദ് ഉണ്ടല്ലോ. നിഷാദിനെ എഴുതുകയാണ് ഞാൻ. നിഷാദ് നാളെ ഇതിന്റെ ഒരു കൃഷി തയ്യാറാക്കി വെൽക്കം ആഫ്റ്റർ സം മോർ ക്ലാസസ് ഇൻഷാല്ലാ. ഓക്കെ, നോ പ്രോബ്ലം. ജസ്റ്റ് യു ട്രൈ യുവർ അറ്റംപ്റ്റ്. മൈക്കില്ല. ഇപ്പൊ എന്താ ചെയ്യാ? ഒരു മൈക്ക് വാങ്ങിക്കൂടെ? അബൂറയ്യാൻ ഉസ്താദ് ഒന്ന് മൈക്ക് വെച്ചല്ല. അബൂറയ്യാൻ ഉസ്താദിനും തയ്യാറാക്കി അവതരിപ്പിക്കാം ഇൻഷാല്ലാ. Okay, you want to write a précis about the analysis, about what we analyzed today. In after tomorrow, you want present this. You present the précis. Kisheri. അമേരിക്കക്കാർ എല്ലാവരും ഒരാകെ ക്ഷേമായിരിക്കുകയാണ്. കൂട്ടായി ഹാജി സാർ. 2 പേര് കൂടി പേര് തന്നിരുന്നെങ്കിൽ നമുക്ക് സമയം മൈക്ക് വെറുതെ ഇടണ്ടല്ലോ. ആരെങ്കിലും തയ്യാറാകുക. ഹൽവസഭ ഇല്ലേ?
ഏതായാലും കൂട്ടായി അബൂബക്കർ ഒന്നുകൂടി സെൽഫ് ഇൻട്രഷൻ മീൻസ് ഇന്നത്തെ ക്ലാസിന്റെ ഒരു അവലോകനം നാളെ തയ്യാറാക്കി അവതരിപ്പിക്കുക. No conclusion about today's class. No conclusion. ഓക്കെ, ഇപ്പോൾ സമയം വളരെ വൈകിയിരിക്കുന്നു. എനിക്ക് ഒരു വഴിക്ക് പോകാനുമുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മളുടെ ഈ ശ്രമങ്ങളൊക്കെ അവൻ പൊരുത്തപ്പെട്ട നിലയിൽ ആക്കി തീർക്കുമാറാവട്ടെ. അതിൻ്റെയൊക്കെ ഉപകാരം ഇരു വീട്ടിലും അല്ലാഹു തആല നമുക്ക് നൽകുമാറാവട്ടെ. ദീനിന് ഉപകാരപ്പെടുന്ന രീതിയിൽ, ഫലപ്രദമായ രീതിയിൽ ഈ ശ്രമം വിജയിക്കാൻ നാം ഈ ക്ലാസ് കൊണ്ട് എന്താണോ അർത്ഥമാക്കുന്നത് ആ നിലയിൽ നമുക്ക് നേടിയെടുക്കുവാൻ റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. നിങ്ങളുടെ ഫീഡ്ബാക്സ് എന്നെ അറിയിക്കണം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ദുആ വസിയത്തോടെ മൈക്കിൽ ലിസ്റ്റ് ചെയ്യുന്നു. മൈക്കിലേക്ക് അബ്രയാൻ ഉസ്താദ് വരുന്നുണ്ട്. അസ്സലാമു അലൈക്കും.